ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ എ പത്മകുമാർ പ്രസിഡന്റായിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതി ഗുരുതര വീഴ്ച വരുത്തിയതായി പ്രത്യേക അന്വേഷണ സംഘം. പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അതിരുവിട്ട് സഹായിക്കാനായി ദേവസ്വം മാനുവൽ തന്നെ തിരുത്തിയെഴുതി. മിനിറ്റ്സ് തിരുത്തിയതും പുതിയ ഉത്തരവുകൾ എഴുതി ചേർത്തതും ഉൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾ പ്രസിഡന്റായിരുന്ന പത്മകുമാറിന്റെ അറിവോടെയെന്നും SITയുടെ കണ്ടെത്തൽ. എല്ലാം പത്മകുമാർ പറഞ്ഞിട്ടുണ്ടെന്നും അറസ്റ്റിലായത് അന്നത്തെ ദേവസ്വം മെമ്പർ N വിജയകുമാറും വെളിപ്പെടുത്തിയതായാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ദിസ്ന സുരേഷ് ചേരുകയാണ് വിവരങ്ങളുമായി. ദിസ്ന, കഴിഞ്ഞ ദിവസം വിജയകുമാർ കൂടി അറസ്റ്റിലായിരിക്കുന്നു. ഇങ്ങനെ ദേവസ്വം ബോർഡിൻ്റെ പ്രധാനപ്പെട്ട പദവികളിൽ ഇരുന്ന ഈ സ്വർണ്ണ കവർച്ച അല്ലെങ്കിൽ കട്ടളപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതെല്ലാം നടക്കുന്ന ഘട്ടത്തിൽ ദേവസ്വം ബോർഡിൻ്റെ തന്ത്രപ്രധാന ചുമതലകളിലിരുന്ന ഓരോ വ്യക്തികളായി ഇപ്പോൾ ജയിലിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണല്ലോ വിജയകുമാറിൻ്റെ അറസ്റ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഇപ്പോൾ വിജയകുമാറിൽ നിന്നും ലഭിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ പത്മകുമാറിനെ കൂടുതൽ കുരുക്ക് മുറുകുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് എല്ലാം സഖാവ് പറഞ്ഞു, സഖാവ് ഒപ്പിടാൻ പറഞ്ഞു, സഖാവ് പറഞ്ഞിട്ടാണ് താൻ ഇത് ചെയ്തത്, ബാക്കി കാര്യങ്ങളൊക്കെ സഖാവ് നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞു എന്ന് തന്നെയാണ് വിജയകുമാർ പ്രധാനമായും മൊഴി നൽകിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പത്മകുമാർ നൽകിയ മൊഴി ഇപ്രകാരമായിരുന്നു: ദേവസ്വം ബോർഡിലെ എല്ലാ അംഗങ്ങളുടെയും അറിവോടുകൂടിയാണ് ഈ സ്വർണ്ണ കവർച്ച നടന്നത് എന്ന് തന്നെയാണ്. ശങ്കർദാസും വിജയകുമാറും ഒക്കെയായിരുന്നു അന്ന് ദേവസ്വം ബോർഡിലെ അംഗങ്ങളായി ഉണ്ടായിരുന്നത്. പക്ഷേ ആദ്യഘട്ടത്തിൽ വിജയകുമാറിനെ ചോദ്യം ചെയ്തപ്പോൾ താൻ നിരപരാധിയാണെന്നും കുടുംബം പറഞ്ഞതുകൊണ്ട് മാനസിക സമ്മർദ്ദം ഏൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ SITയിൽ കീഴടങ്ങിയത് എന്ന് തന്നെയാണ് ഇന്നലെ ഉൾപ്പെടെ വിജയകുമാർ പറഞ്ഞിരുന്നത്. എന്നാൽ റിമാൻഡ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ ആണ് ഇത്തരത്തിൽ വ്യക്തമായിട്ടുള്ളത്. പത്മകുമാറിനെതിരെ മൊഴി നൽകിയിരിക്കുന്നു. സഖാവ് പറഞ്ഞിട്ടാണ് ഇത്തരത്തിലൊരു ക്രമക്കേടിന് കൂട്ടുനിന്നത് എന്ന് തന്നെയാണ് വിജയകുമാർ മൊഴിയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഗൗതം, ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രധാനമായും ഈ പത്മകുമാറിന്റെ കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡ് വലിയ രീതിയിൽ മിനിറ്റ്സിൽ ഉൾപ്പെടെ ക്രമക്കേടുകൾ നടത്തി എന്നത് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള രേഖകളൊക്കെ തന്നെയും കൃത്രിമം കാണിച്ചു എന്നത് തന്നെയാണ് കണ്ടെത്തൽ. എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നിപ്പോൾ ഡിമണിയെ ചോദ്യം ചെയ്യുവാൻ SIT വിളിപ്പിച്ചിട്ടുണ്ട്. ഡിമണിയോടൊപ്പം തന്നെ 5 പേരെയാണ് ഇന്ന് SIT ചോദ്യം ചെയ്യുക. ഡിമണിയുടെ സുഹൃത്തുക്കളായ ബാലമുരുകൻ, ശ്രീകൃഷ്ണൻ, അതോടൊപ്പം തന്നെ ഇടനിലക്കാരായി നിന്ന മറ്റു 3 സുഹൃത്തുക്കളെ കൂടി SIT ഇന്ന് ചോദ്യം ചെയ്യും എന്നത് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഈ സിം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു കൊടുത്ത ആളുകൾ, അത്തരത്തിലാണ് ഈ സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിപ്പിച്ചിട്ടുള്ളത്. 11 മണിയോടുകൂടി SIT ഓഫീസിൽ ഡിമണി എത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ രീതിയിൽ രേഖകളിലൊക്കെ ക്രമക്കേട് നടത്തി എന്നത് തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ശങ്കർദാസിന്റെ ആരോഗ്യസ്ഥിതി പറഞ്ഞുകൊണ്ട് ശങ്കർദാസ് SITക്ക് മുൻപിൽ ഇതുവരെ ഹാജരാകുന്നില്ല എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ശങ്കർദാസിനെ കേന്ദ്രീകരിച്ചാണോ അന്വേഷണം നടക്കുക, അല്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമോ എന്നത് തന്നെയാണ് ഇനി അറിയേണ്ടത് ഗൗതം. എന്തായാലും ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് സഖാവ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞത് എന്ന വിജയകുമാർ അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകി കഴിഞ്ഞു. എന്തായാലും ആ മൊഴി എങ്ങനെയായിരിക്കും ഇനി അതായത് പത്മകുമാറിനെ വലിയ രീതിയിൽ സംരക്ഷിക്കുകയാണ് ഇപ്പോൾ CPM എന്ന് പറയുന്നത്. സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടെ ഇതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിട്ട് പോലും പാർട്ടി സെക്രട്ടറി ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കുകയാണ്. എന്തായാലും ഈ വിജയകുമാറിന്റെ മൊഴി കൂടി വരുന്നതോടെ പത്മകുമാറിന്റെ കുരുക്ക് കൂടുതൽ മുറുകുകയാണ്. എല്ലാം സഖാവ് പറഞ്ഞിട്ടാണ് താൻ ചെയ്തത് എന്ന് വിജയകുമാർ ഇപ്പോൾ SITയോട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമാക്കുകയാണ്. CPMന്റെ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള പല പ്രമുഖ നേതാക്കൾ ഇനിയും പൊങ്ങി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. SIT അന്വേഷണം ആ ദിശയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ദിസ്നയാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ചേർന്നത്.